യുവത്വങ്ങളുടെ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച പോരാളി. ആ പോരാട്ടം വിജയിച്ചതിന് ശേഷം യുവത്വങ്ങളോട് ആഹ്വാനം ചെയ്ത വാചകം നാട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു വ്യക്തിയും ഇത്തരമൊരു വലിയ വിജയം നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഹീറോ പരിവേഷത്തിലേക്ക് എത്താൻ ശ്രമിക്കും. പക്ഷേ അഭിജിത്ത് ദീപ്കെ എന്ന യഥാർത്ഥ പോരാളി, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് ശേഷം ഡൽഹിയിൽ തടിച്ചുകൂടിയ യുവത്വങ്ങളോട് ആഹ്വാനം ചെയ്ത ആ വാചകങ്ങൾ കേട്ടാൽ ആ ചെറുപ്പക്കാരൻ എത്രമാത്രം സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെയാണെന്ന് ബോധ്യപ്പെടുകയാണ്. धर्मेंद्र प्रधान का इस्तीफा हुआ है, इसके लिए मुझे हीरो मत बनाना, ये गलती मत करना, ये गलती मत करना। मुझे धर्मेंद्र प्रधान के इस्तीफे की वजह से हीरो मत बनाना। एक इंसान को हीरो बनाने की वजह से ही देश का कबाड़ा हुआ है, तो मुझे कोई भी हीरो नहीं बनाएगा। नारे लगेंगे भारत माता की जय के, भारत माता की। കേട്ടല്ലോ, എന്നെ നിങ്ങൾ ഹീറോയായി വാഴ്ത്തരുത്. ഹീറോ അല്ല. ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ എന്താണ്? ഹീറോയായി വാഴിച്ചതുകൊണ്ടാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ അല്ല എന്ന് തുറന്നു പറയാൻ ഇതുപോലൊരു യൂത്ത് മൂവ്മെന്റ് മുൻനിരയിൽ നിന്നുകൊണ്ട് നയിക്കാൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ ക്രെഡിറ്റേ വേണ്ട എന്ന നിലയ്ക്ക് അദ്ദേഹം ആ സമൂഹത്തിനോട് ആഹ്വാനം ചെയ്യുമ്പോൾ അയാൾ സംഘി മനസ്സുള്ള വ്യക്തിയല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു സംഘിയാണ് ഇത്തരം ഒരു സമരം നയിക്കുകയാണെങ്കിൽ പിന്നെ ആ നയിച്ചവനെ പാടിപ്പുകഴ്ത്തിയും നയിച്ചവൻ തന്നെ PR ടീമിനെ വെച്ചിട്ട് സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വന്നേനെ. രാഷ്ട്രീയത്തിന് അതീതമായി അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ നയിച്ച അഭിജിത്ത് എത്രമാത്രം സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ പോലെയാണ് അതിനുശേഷം പെരുമാറുന്നതെന്നത് അയാളിലെ വ്യക്തിത്വത്തെ തുറന്നു കാട്ടുന്നുണ്ട്. ഈ രാജ്യത്ത് എന്തും ഏകാധിപത്യ പ്രവണതയോടുകൂടി ചെയ്യാമെന്നൊരു ധാരണയെ പൊളിച്ചു കൊടുക്കുന്ന തരത്തിൽ വലിയ ഇടപെടൽ നടത്തിയതിനു ശേഷം വെറും സാധാരണക്കാരനായി ഒട്ടും ധാർഷ്ട്യവും ധിക്കാരവും ഇല്ലാതെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് അയാളിലെ ക്വാളിറ്റിയെ തുറന്നു കാട്ടുന്നുണ്ട്. അത് ഇവിടത്തെ രാഷ്ട്രീയക്കാരെല്ലാം കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ്, എൻ്റെ കഴിവാണ് എന്ന തരത്തിലല്ല, കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതിന് നേതൃനിരയിൽ നിൽക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ ഹീറോ പരിവേഷത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളതല്ല തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ഈ നാടിന്റെ നാളകളെ ശോഭനമാക്കാൻ ഇങ്ങനെ ഒരു വിഭാഗക്കാർ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഭരിക്കുന്നവർക്ക് മുന്നിലുള്ള ഒരു താക്കീതാണ്, അവർക്ക് മുന്നിലുള്ള റിയൽ പ്രതിപക്ഷമാണ്. നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷത്തെ മാത്രമല്ല ഈ നാടിന്റെ ഒരു വലിയ പ്രതിപക്ഷം ഇനി നിങ്ങളെ ഓഡിറ്റ് ചെയ്യാനുണ്ട് എന്ന് വിശ്വഗുരു മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്. പല കുതന്ത്രങ്ങളും പല കരുനീക്കങ്ങളും നടത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയെ തകർക്കാൻ വിശ്വഗുരുവും സംഘികളും പല പദ്ധതികളും പ്ലാൻ ചെയ്യും. അതിനെ സംബന്ധിച്ചുള്ള ജാഗ്രതയോടുകൂടി വേണം എല്ലാവരും മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാര്യം ഇത്തരമൊരു വലിയ ആൾക്കൂട്ടം നിങ്ങളെ ശ്രദ്ധിക്കാനുണ്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താനുണ്ട്, ഓഡിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ഇനി പല തീരുമാനങ്ങൾ എടുക്കാൻ വിശ്വഗുരു ഒന്ന് വല്ലാതെ അറയ്ക്കും. ഇനി ക്യാമറ ഫോട്ടോഷൂട്ടുകളും PR ഷോകളും കൊണ്ട് പണ്ടത്തെ പോലെയുള്ള പണികൾ നടത്തിയാൽ അത് വിലപ്പോകില്ല എന്നുള്ളതിന്റെ ശക്തമായിട്ടുള്ള സൂചന കൂടിയാണ്, താക്കീത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ പാറ്റ വിപ്ലവമെന്ന് പറയേണ്ടി വരികയാണ്.